ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗ്രീൻ പീസ് കറി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റും. അത്രയും വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കറി നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ നൂലപ്പത്തിനോ വെള്ളയപ്പത്തിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി 250 ml കപ്പിലൊരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ അത് നന്നായി കഴുകിയതിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു 6 വിസിലായപ്പോഴേ തന്നെ ഞാനത് ഓഫ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ആയിരിക്കുന്നു കേട്ടോ കറി. ഇനി ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് തിളപ്പിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ഉപയോഗിക്കണില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിയിലേക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. ഞാനെടുത്ത മുളക് അത്ര എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്